അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹെലേന ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഇതേവരെ അവൾ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പോൾ അവളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഹെലേനയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും 2 ഫാമിലീസും കൂടിയിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. മലേഷ്യ കാണാനാണ് പോകുന്നത്. 4 ഡേ 3 നൈറ്റ്സ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവാണ്. അതിന് പോകുന്ന വഴിയിലുള്ള കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത് തന്നെയായിരിക്കും. ഇത് ഇത്ര വലിയ പുതുമയുള്ള കാര്യങ്ങളല്ല, പക്ഷേ ഹെലനയ്ക്ക് അത് വളരെ പുതിയതാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഈ ട്രോളി ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമായ കാരണം അത് വിടാതെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അത് ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ സമയമായി. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾക്ക് പേടിയുണ്ട്, സന്തോഷമുണ്ട്, എല്ലാതും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോണ കാരണം ഹാപ്പിനെസ് ഡബിളാണ്. അപ്പം ഇനി ഫ്ലൈറ്റിനകത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ഫ്ലൈറ്റ് അത്യാവശ്യം ഫുള്ളായിരുന്നു. വലിയ സീറ്റുകളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് മലേഷ്യക്ക് പോകുന്നുണ്ട്. പിന്നെ അവൾക്ക് വിൻഡോ സീറ്റ് തന്നെ ഞങ്ങൾ കൊടുത്തു. കാരണം ഇതേവരെ സ്കൈ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ടില്ലല്ലോ. പിന്നെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുമായിരുന്നു ആൾ. കുറേ നേരം ഇരുന്ന് വായിച്ചു. പിന്നെ ഞങ്ങൾ അതിനകത്തിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും എയർ ഹോസ്റ്റസ് വന്നു ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ട്. അപ്പോൾ അത് വീഡിയോ എടുത്ത് അങ്ങനെ ഇരുന്നു. അവളത് എന്താ ചെയ്യണേ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അവൾക്ക് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്. Lampu ini akan menyala semasa berada di dalam air dan whistle ini ditiup untuk menarik perhatian. The light comes on when in contact with water. Adalah diingatkan pintu kecemasan yang terdekat mungkin berada di belakang. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രിയായിരുന്നു. രാത്രി 10:30 ഫ്ലൈറ്റ്. അപ്പം മലേഷ്യൻ ടൈം മോർണിംഗിൽ 5:30 ആകുമ്പോൾ ഞങ്ങളവിടെ എത്തും. അപ്പോഴത്തെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായി. രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് പറ്റിയത്. നല്ല രസമായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പൊന്തുന്ന സമയത്ത് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ചെവി മൂളൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചെറുതായിട്ട് വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾ കുറച്ച് സമയമൊക്കെ മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ ആൾ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ആൾ നല്ല ഉറക്കമായി. പിന്നെ ഫ്ലൈറ്റിൽ നല്ല തണവായിരുന്നു. അപ്പം ഞാൻ എനിക്കിടാൻ വെച്ച സ്വെറ്റർ വരെ അവൾ എടുത്തിട്ടു. ഭയങ്കരമായിട്ട് തണുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ചെവി വേദന എടുക്കുന്നോ മൂളുന്നോ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ചെവിയും പൊത്തി പിടിച്ച് പിന്നെ വ്യൂ ഒന്നും നോക്കാതെ പിണങ്ങിയിരിക്കുകയായിരുന്നു കുറേ സമയം. ഞാനീ പറഞ്ഞു ക്ലൗഡ്സൊക്കെ കാണാടി നോക്കടി എന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കരമായിട്ട് പറ്റില്ല, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുവിധം ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി. ആ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ ആൾ ഓക്കെ ആയി. അപ്പോൾ മേഘങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുന്നത് ഇപ്പോൾ പകലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പോൾ രാത്രിയായ കാരണം നമുക്ക് മേഘങ്ങൾ ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മലേഷ്യയുടെ മുകൾ ഭാഗത്തെത്തി. മോർണിംഗ് 5 o'clock ആയിട്ടുണ്ട്. അവിടെയും ഏകദേശം ഇരുട്ടൊക്കെ തന്നെയാണ്. ഈ ഒരു സമയത്ത് ലൈറ്റുകൾ കാണാം. അങ്ങനെ മലേഷ്യയുടെ മുകളിലെത്തി. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഓക്കെ, ഇതാ മലേഷ്യയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇതാ ആ കാണുന്ന ഫ്ലൈറ്റാണ് ഞങ്ങൾ കയറി വന്ന ഫ്ലൈറ്റ്. അതിലൂടെ നടന്ന് ഇതാ ഈ വഴിയെത്തി.
ഇനി എമിഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഞങ്ങളുടെ കൂടെ തന്നെ ഒരു യൂട്യൂബർ ഉണ്ട്, പ്രതാപ് ജീട്ടക്ക്. അപ്പോൾ അതുപോലെ തന്നെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഫവാസ് എന്ന് പറഞ്ഞ ആളും ആളുടെ ഫാമിലിയും ഞങ്ങളുടെ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. ആൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം തന്നെ മലേഷ്യൻ ഒരു സിം എടുക്കണം. സിം എടുത്താൽ നമുക്ക് ഗ്രാബ് എന്നാണ് അവിടെ ടാക്സീനെ പറയുന്നത്. ഗ്രാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ടാക്സികളൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് കോലാലംപൂരിൽ W മാരിയറ്റിലാണ്. ഓക്കെ, ഞങ്ങളപ്പോൾ ഹോട്ടലിലെത്തി. 12 PM ഹോട്ടൽ ചെക്ക് ഇൻ ടൈം. ഇവിടെ എല്ലാ ഹോട്ടൽസും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ലഗേജസൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും എവിടെയൊക്കെയാണ് ആദ്യത്തെ ദിവസം പോയതെന്ന് കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ.